നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത ഉപരോധിച്ച കേസിൽ ഷാഫി പറമ്പിൽ MPക്ക് അറസ്റ്റ് വാറണ്ട്. ഷാഫിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടത് പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. വാറണ്ട് 2022 ജൂൺ 24 പാലക്കാട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ. ദേശമംഗലം വരവൂരിൽ ടിപ്പർ ലോറി ബസ്സിന് പിറകിലിടിച്ച് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റത് അന്തിക്കാട് സ്വദേശിയായ യുവാവിന്. കരിങ്കൽ ലോഡുമായി വരികയായിരുന്ന ടിപ്പർ നിയന്ത്രണം തെറ്റി ബസ്സിന് പുറകിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. തിരുനാവായ നിളാതീരത്തെ മഹാമഹോത്സവത്തിന്റെ രഥയാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ വരവേൽപ്പ്. രഥയാത്ര ധർമ്മപ്രചരണ സഭയുടെ നേതൃത്വത്തിൽ. ശ്രീചക്രവുമായി രഥയാത്ര തുടങ്ങിയത് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ തമിഴ്നാട് ഉടുമൽപേട്ട തിരുമൂർത്തിമലയിൽ നിന്ന്. ജില്ലയിലെ ആദ്യ സ്വീകരണമൊരുക്കിയത് കൽപ്പാത്തിയിൽ. വാർത്തകൾ വിശദമായി. ദേശീയപാത ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഷാഫി പറമ്പിൽ MPക്ക് അറസ്റ്റ് വാറണ്ട്. പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഷാഫിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടത്. വയനാട് MP ആയിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് SFI DYFI പ്രവർത്തകർ അടിച്ചു തകർത്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ ഹൈവേ ഉപരോധ സമരത്തിൽ പങ്കെടുത്ത കേസിലാണ് അറസ്റ്റ് വാറണ്ട്. 2022 ജൂൺ 24 വയനാട് MP ആയിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഹൈവേ ഉപരോധ സമരം നടത്തിയത്. സമരത്തിൽ പങ്കെടുത്ത ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പാലക്കാട് കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സമരം നടക്കുന്ന കാലത്ത് പാലക്കാട് MLA ആയിരുന്നു ഷാഫി. 40ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ചന്ദ്രനഗറിൽ ചെമ്പലോട് പാലത്തിന് സമീപം ദേശീയപാത ഉപരോധിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 143, 283, 149 വകുപ്പുകൾ പ്രകാരം കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഷാഫി പറമ്പിലാണ് ഒന്നാം പ്രതി. പ്രഥമ വിവര റിപ്പോർട്ടിൽ 16 പ്രതികളുടെ പേരുവിവരങ്ങളുണ്ട്. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന നിലവിൽ ഇടതുപക്ഷത്തേക്ക് മാറിയ P. സരിൻ കേസിൽ 9ാം പ്രതിയാണ്. നേരത്തെ കോടതിയിൽ ഹാജരായ P. സരിനെ 500 രൂപ പിഴയും കോടതി പിരിയും വരെ തടവിനും ശിക്ഷിച്ചിരുന്നു. ഷാഫി പറമ്പിൽ ഹാജരാകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. 24 കേസ് വീണ്ടും പരിഗണിക്കും. അന്നോ അതിനു മുമ്പോ ഷാഫി പറമ്പിലിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനാണ് പോലീസിനുള്ള നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കരിങ്കൽ കയറ്റി വന്നിരുന്ന ടിപ്പർ ലോറി നിയന്ത്രണം തെറ്റി ബസ്സിന് പിറകിലിടിച്ച് ലോറി ഡ്രൈവറായ യുവാവിന് പരിക്കേറ്റു. തൃശൂർ ജില്ലയിലെ അന്തിക്കാട് സ്വദേശിയായ 22 വയസ്സുള്ള യുവാവിനാണ് പരിക്കേറ്റത്. ദേശമംഗലം വരവൂരിൽ വെച്ചായിരുന്നു അപകടം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 11:30 ദേശമംഗലത്ത് നിന്ന് തൃശൂരിലേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ് വരവൂർ വളവിന് സമീപം വെച്ച് ബസ് നിർത്തിയപ്പോൾ നിയന്ത്രണം തെറ്റിയെത്തിയ കരിങ്കൽ കയറ്റി വന്നിരുന്ന ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ യുവാവിന് കാലിൽ പരിക്ക് പറ്റുകയും വണ്ടിയുടെ മുൻഭാഗം തകരുകയും ചെയ്തു. എന്നാൽ ബസ്സിലെ യാത്രക്കാർക്കും ബസ്സിനും കാര്യമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. നാട്ടുകാരനായ നിഷാദ് വരവൂരും മറ്റുള്ളവരും ചേർന്ന യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തിരുനാവായ നിളാതീരത്തെ ഉത്സവത്തോടനുബന്ധിച്ച് ഭാരതീയ ധർമ്മപ്രചരണ സഭ നടത്തുന്ന രഥയാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ സ്വീകരണം നൽകി. കൽപ്പാത്തിലായിരുന്നു ജില്ലയിലെ ആദ്യ സ്വീകരണം. ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനമായ തമിഴ്നാട് ഉടുമൽപേട്ട തിരുമൂർത്തിമലയിൽ നിന്ന് 19 ശ്രീചക്രവുമായി ഭാരതീയ ധർമ്മ പ്രചാര സഭ ആചാര്യൻ യതീശാനന്ദനാഥന്റെ നേതൃത്വത്തിലാണ് രഥയാത്ര ആരംഭിച്ചത്. കൽപ്പാത്തിയിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. പരിവാർ സംഘടനകളിലെയും ഹൈന്ദവ ആചാരവിശ്വാസ സംഘടനകളിലെയും പ്രവർത്തകരും നിരവധി ഭക്തരും ചേർന്നാണ് രഥയാത്രയെ വരവേറ്റത്. തുടർന്ന് വടക്കന്തറ, യാക്കര, കൊടുന്തിരപ്പള്ളി, അണിക്കോട്, മങ്കര, പാമ്പാടി, സോമേശ്വരം, തിരുവല്ലോമല, കുത്താമ്പുള്ളി എന്നിവിടങ്ങളിലും ജാഥ സ്വീകരണം ഏറ്റുവാങ്ങി. ചിനക്കത്തൂർ, വാണിയംകുളം, കുളപ്പുള്ളി, പട്ടാമ്പി, തൃത്താല, പന്നിയൂർ, കുറ്റിപ്പുറം വഴി രഥയാത്ര തിരുനാവായിൽ സമാപിക്കും. രഥയാത്ര പോകുന്ന വഴിയിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് ദീപമേറ്റുവാങ്ങി ഭാരതപ്പുഴയിൽ സമർപ്പിക്കുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാത്തൂരിൽ വീട്ടിലെ വാഷിംഗ് മെഷീനിൽ പാമ്പ്. മുൻ പഞ്ചായത്ത് അംഗം ശശികലയുടെ വീട്ടിലെ വാഷിംഗ് മെഷീനിലാണ് പാമ്പ് കയറിയത്. രാവിലെ തുണി അലക്കുന്നതിനു വേണ്ടി വാഷിംഗ് മെഷീൻ തുറന്നപ്പോഴാണ് മെഷീനകത്ത് പാമ്പിനെ കണ്ടത്. പരിഭ്രാന്തിയിലായ ഇവർ നാട്ടുകാരെ വിവരമറിയിച്ചു. നാട്ടുകാർ വനം വകുപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ആദ്യം വാഷിംഗ് മെഷീന് മുകളിലൂടെ പാമ്പിനെ പുറത്തെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം വാഷിംഗ് മെഷീന്റെ അടിഭാഗം പൊളിച്ചാണ് പാമ്പിനെ പുറത്തെടുത്തത്. വീടിനകത്ത് സൂക്ഷിച്ച വാഷിംഗ് മെഷീനകത്ത് പാമ്പ് എങ്ങനെ കയറിയെന്നത് അവ്യക്തമാണ്. വീട്ടുകാർ ഏറെ ഞെട്ടലിലാണ്. പിടികൂടിയ പാമ്പിനെ പിന്നീട് വനത്തിൽ തുറന്നുവിട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന് മുകളിലേക്ക് ഭീമൻ മരക്കൊമ്പ് വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു.
മുള്ളൂർക്കര എഴുത്തച്ഛൻ വളപ്പിൽ വീട്ടിൽ 51 വയസ്സുള്ള ബാബുരാജാണ് മരിച്ചത്. തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രിയാണ് മരിച്ചത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ വെച്ച് ജനുവരി 8-നാണ് മരക്കൊമ്പ് പൊട്ടി വീണതിന്റെ ഭാഗമായി ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. മരക്കൊമ്പ് വീണതിനെ തുടർന്ന് ബാബുരാജ് ധരിച്ചിരുന്ന ഹെൽമറ്റിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പാതയോരത്ത് നിന്നിരുന്ന ഭീമൻ മാവിന്റെ ശിഖരം പൊട്ടി വീഴുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ മധ്യവയസ്കനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യം ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിക്കുമായിരുന്നു. വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ഷാജീവ് ഉദ്ഘാടനം ചെയ്തു. ശാലിനിയാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KC സന്തോഷ്, സുനീഷ് ഭരതക്കാട്, സെക്രട്ടറി CV സുനിത, കണ്ണൻ എന്നിവർ സംസാരിച്ചു. 11 ലോകരാജ്യങ്ങളിൽ നിന്നായി 350ഓളം കലാകാരന്മാർ കേരള കലാമണ്ഡലം സന്ദർശിച്ചു. കലാമണ്ഡലം കാണുന്നതിനും ഇവിടുത്തെ കളരിയും കഥകളിയും നേരിട്ടറിയുന്നതിനുമായാണ് കലാമണ്ഡലം സന്ദർശനം ഒരുക്കിയത്. ലോകം അറിയപ്പെടുന്ന കേരള കലാമണ്ഡലം കാണാനും അവിടുത്തെ കളരികളും കഥകളിയും മറ്റും കാണാനും കണ്ടുപിടിക്കാനും ഏകദേശം ഇന്ത്യ ഉൾപ്പെടെ 11 ലോകരാജ്യങ്ങളിൽ നിന്നായി 350ഓളം കലാപ്രതിനിധികൾ, പ്രശസ്ത നാടക അധ്യാപകൻ, ഗവേഷകർ, കലാകാരന്മാർ, വിദ്യാർത്ഥികൾ എന്നിവർ അടങ്ങുന്ന സംഘമാണ് കലാമണ്ഡലത്തിയത്. ആഴത്തിലെ കഥകളിയായി ഇവിടെ കളിയാടുന്നേ, കളി കണ്ടു മടങ്ങും നേരം മനമൊന്നു തുറക്കണമേ. താരിന്തകതിന്തകതൈതൈ താരൈതൈതോ തകതിന്തകതിന്തകതൈതൈ തകതൈതൈതോ താരിന്തകതിന്തകതൈതൈ ത്രയോദൂക്കി കോണിൽ വച്ച ത്രയോദൂക്കി കോണിൽ വച്ച അക്ഷതനായാൽ ബാലകമേക അക്ഷതനായാൽ ബാലകമേക അക്ഷതനായാൽ ബാലകമേക അക്ഷതനായാൽ ബാലകമേക. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ എന്നിവർ സംഘത്തെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറിൻ്റെ നേതൃത്വത്തിൽ പ്രകൃതി പഠനയാത്ര സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകുറിശി ചൂലന്നൂർ മയിൽ സങ്കേതത്തിലേക്കാണ് പഠനയാത്ര സംഘടിപ്പിച്ചത്. 6 കിലോമീറ്റർ വനപ്രദേശത്തോടുകൂടി വിവിധ സസ്യലതാദികളെ തിരിച്ചറിഞ്ഞ് മലകളും ഗുഹകളും നന്നങ്ങാടികളും പരിചയപ്പെട്ടു. 3 മണിക്കൂർ ട്രെക്കിംഗ് നടത്തി. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് സയന്റിസ്റ്റ് ക്ലാസ് എടുത്തു. റേഞ്ച് ഓഫീസർ പ്രകാശൻ വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ കേഡറ്റുകളുടെ സഹകരണത്തോടെ പക്ഷികൾക്ക് ദാഹജലം നൽകുന്നതിനായി പറവയ്ക്കൊരു തണ്ണീർക്കുടം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള വിശേഷാൽ പൂജകളും പൊങ്കാല സമർപ്പണവും നടന്നു. മേൽശാന്തി തൊടിച്ചിൽ മഠത്തിൽ സുരേന്ദ്രൻ എമ്പ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആവേൻ വെളിച്ചപ്പാടിൻ്റെ മേൽനോട്ടത്തിൽ തട്ടകത്തമ്മയുടെ തിരുമുറ്റത്ത് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നിരവധി ഭക്തർ പൊങ്കാല സമർപ്പണം നടത്തി. കണയം ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. ജനുവരി 21-ന് പ്രതിഷ്ഠാദിനവും 23-ന് കൊടിയേറ്റവും ഫെബ്രുവരി 11-ന് കാളവേലയും 12-ന് പൂരമഹോത്സവവും നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത ഉപരോധിച്ച കേസിൽ ഷാഫി പറമ്പിൽ MP-ക്ക് അറസ്റ്റ് വാറണ്ട്. ഷാഫിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടത് പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. വാറണ്ട് 2022 ജൂൺ 24-ന് പാലക്കാട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ.
ദേശമംഗലം വരവൂരിൽ ടിപ്പർ ലോറി ബസ്സിന് പിറകിലിടിച്ച് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റത് അന്തിക്കാട് സ്വദേശിയായ യുവാവിന്. കരിങ്കൽ ലോഡുമായി വരികയായിരുന്ന ടിപ്പർ നിയന്ത്രണം തെറ്റി ബസ്സിന് പുറകിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. തിരുനാവായ നിളാതീരത്തെ മഹാമഹോത്സവത്തിന്റെ രഥയാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ വരവേൽപ്പ്. രഥയാത്ര ധർമ്മപ്രചരണ സഭയുടെ നേതൃത്വത്തിൽ. ശ്രീചക്രവുമായി രഥയാത്ര തുടങ്ങിയത് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ തമിഴ്നാട് ഉടുമൽപേട്ട തിരുമൂർത്തിമലയിൽ നിന്ന്. ജില്ലയിലെ ആദ്യ സ്വീകരണമൊരുക്കിയത് കൽപ്പാത്തിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.